നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണേ. വേറൊന്നുമല്ല, ജാസിനെ കുറിച്ച് ഫഹദ് പറയുന്നൊരു കാര്യമാണ്. ജാസിനെ ഫഹദിനെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ഫഹദ് ചെയ്യുന്ന വീഡിയോയില് നല്ലൊരു ശതമാനം ജാസിനെ കുറിച്ചായിരിക്കും. പക്ഷെ ഈ ഒരു വീഡിയോ എന്താണെന്നറിയില്ല, ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പോ കുറെ ആൾക്കാരായി ചോദിക്കണേ, ഇതെന്തടങ്ങൾ ഇങ്ങനെ ചോദിക്കണേ. എന്റെ സംശയം, അവൻ മരിച്ചാൽ ആരാ അവന്റെ മയ്യത്ത് കുളിപ്പിക്കുക എന്നാണ്. എന്താ ഇപ്പൊ ഞങ്ങളെ പറയുക? എന്തായാലും മയ്യത്ത് കുളിപ്പിക്കാൻ ഇപ്പൊ പുറത്തുനിന്ന് ആളെ വിളിക്കണ്ടേ? ആരാ കുളിപ്പിക്കുക? പെണ്ണുങ്ങൾ കുളിപ്പിച്ച പക്ഷെ ആണാണെന്ന് പറഞ്ഞിട്ട് അതൊരു ഇടങ്ങറാവും. ആണുങ്ങൾ കുളിപ്പിച്ച അവൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അതും ഒരു പ്രശ്നമാവും. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബി ഗാർഡിൻ്റെ, എൽ ജിയുടെ, സാംസങ്ങിൻ്റെ ഒക്കെ ഭയങ്കര വലിയ വാഷിംഗ് മെഷീൻ ഉണ്ട്. നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ, ഡബിൾ ബ്ലാങ്കറ്റൊക്കെ തിരുമ്പുന്ന അതിലാണ്ട് ഇടുക, ഷാർഫ് ബോഡി ഇടുക, 4 കറക്കം, എന്നിട്ട് എടുക്കുക. അല്ല അപ്പം എന്താ ഇപ്പം ചെയ്യുക? നമ്മളതല്ലേ, നമുക്ക് പറ്റാത്ത സാധനങ്ങൾ വാഷ് ചെയ്യുക, അങ്ങനെയല്ലേ കുറച്ച് കാലം കൂടി അതൊക്കെ. അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കറക്കേണ്ടി വരും. അല്ല അപ്പം എന്താ ചെയ്യുക? അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഇതിൻ്റെ മാത്രം സംശയം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, കളിയാക്കലും പരിഹാസവും ഒക്കെ ആവാം, പക്ഷെ അത് മാത്രമായിരുന്നു ജീവിതം, അത് മാത്രമാവരുത് വീഡിയോ. ഫഹദ്, ജാസിയാണോ ആദ്യം മരിക്കുക, നീയാണോ ആദ്യം മരിക്കുക, ഇതൊന്നും ആർക്കും അറിഞ്ഞൂടാ. അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളുമല്ല. അപ്പൊ ജാസി മരിച്ചോട്ടെ, ആരും മരിച്ചോട്ടെ. അപ്പൊ ആര് മരിച്ചാലും നമ്മളാരും മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ആളെ റെഡിയാക്കിയിട്ടല്ല ആരും മരിച്ചു പോകുന്നത്. അതൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തോളും. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് ആരും ടെൻഷനാവണ്ട. ആരാണ് ആദ്യം മരിക്കുക, ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊന്നും ഒരു കണ്ടന്റ് ആക്കി എടുക്കരുത്. മോശമാണ്, വളരെ മോശമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് മോശമാണ്. ഒരു മയ്യത്തിനെ വാഷിംഗ് മെഷീനിലിട്ട് സോപ്പും പൊടി ഇട്ടിട്ട് കറക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി പരിഹാസം? വലിയ വലിയ കാര്യങ്ങളാണത്. അത്തരം കാര്യങ്ങളൊന്നും പറയരുത്. ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ആവാം. പക്ഷെ കാലാകാലങ്ങളായിട്ട് നിരന്തരം ഒരാളെ കുറിച്ച് ഇങ്ങനെ വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമാണ്. എന്തായാലും ഈ മയ്യത്തിനെ കുറിച്ച് പറഞ്ഞത് വളരെ മോശമായി പോയി.